നിങ്ങൾക്ക് ഉത്തരം ഓർമ്മയുണ്ടോ? പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല. ആ പെൺകുട്ടിയുടെ മുഖം ഓർമ്മ വരുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് തേങ്ങും. കാര്യം മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. സൂരജ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ ആ പെൺകുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി മൂർഖം പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊന്ന ഉത്തരയുടെ കാര്യം പറയുന്നത്. എന്തായാലും അവൻ കാണിച്ച ചില മണ്ടത്തരങ്ങൾ കാരണം അവസാനം പോലീസ് അവനെ തട്ടി അകത്തിട്ട് ഇപ്പോൾ ജയിലിൽ കിടന്ന് സുഖിക്കുമെന്ന് പറയാനൊക്കത്തേ ഉള്ളൂ. ചിക്കനും മട്ടനൊക്കെ തിന്ന് സുഖിച്ച് അല്ല കൊഴുതിരിക്കുമെന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ സൂരജിനെ പോലെ മറ്റൊരാൾ ഇതേ മണ്ടത്തരം കാണിച്ചാലോ അല്ലേ, അതൊരു വലിയൊരു സംഭവമായിരിക്കും. കോഴിക്കോട് പേരാമ്പ്രയിലെ സോനയുടെ മരണത്തിന് പിന്നിലെ കാര്യകാരണങ്ങളാണ് ഇന്ന് പറയുന്നത്. സോനയ്ക്ക് ഇത് 7ാം മാസമാണ്. 7ാം മാസം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ കെയറിങ്ങും പരിചരണവും ലാളനയൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സമയമാണ്. ഭർത്താവ് ഉണ്ട്, രജിൻലാൽ കൂടെ തന്നെയുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടിയെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഒരു റൊട്ടീൻ ചെക്കപ്പിന് വേണ്ടി. ഇപ്പോൾ ആ കാറിൽ ഭർത്താവും ഭാര്യയും മാത്രമേ ഉള്ളൂ. ഡോക്ടറെ അടുത്ത് എത്തുന്നു. ഡോക്ടർ കുറച്ച് മരുന്നെല്ലാം കുറിച്ച് തരുന്നു. അടുത്ത മാസം വീണ്ടും വാ എന്നൊക്കെ പറഞ്ഞ് ആശ്വാസ വാക്കുകളുമായിട്ട് ആ പെൺകുട്ടിയും ഭർത്താവിനോട് തിരിച്ച് വീട്ടിലേക്ക് വിടുകയാണ്. ഈ റജിൻലാൽ എന്ന് പറയുന്ന ഭർത്താവ് നാട്ടിലെത്തിയിട്ട് 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഈ ഭാര്യയുടെ നിർബന്ധപ്രകാരമായിരിക്കും അല്ലേ ഒരുപക്ഷെ ഇയാൾ നാട്ടിലേക്ക് എത്തിയത്. ഭാര്യയ്ക്ക് ഒരുപക്ഷെ അയാളെ കാണണമായിരിക്കും. 7 മാസം എന്നൊക്കെ പറയുന്നത് പേടിയുള്ളൊരു സമയമാണ്. ആദ്യത്തെ പ്രസവം കൂടിയാണ്. അങ്ങനെ എന്തായാലും ഇപ്പോൾ ഒരുപാട് കുശലമൊക്കെ പറഞ്ഞുകൊണ്ട് 2 പേരും കൂടി ആ കാറിൽ വീട്ടിലേക്ക് വരികയാണ്. ഇപ്പോൾ സമയം രാത്രി 9:30 കഴിഞ്ഞിരിക്കുകയാണ്. വിജനമായിട്ടുള്ള സ്ഥലമാണ്, കൃഷിത്തോട്ടങ്ങളാണ്. ആ കൃഷിത്തോട്ടം നടുവിലുള്ള ആ റോഡിലൂടെ കാറിങ്ങനെ വളരെ പതുക്കെ വീട്ടിലേക്ക് വരികയാണ്. തൊട്ടപ്പുറത്ത് ചെറിയൊരു കൈത്തോടൊക്കെ ഒഴുകുന്നുണ്ട്. ഇവർക്ക് സ്ഥിരം പോകുന്ന വഴിയായതുകൊണ്ട് വലിയ ആശയക്കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്താ സംഭവിച്ചറിയോ? ഒരു വലിയ പൊട്ടിത്തെറി കേട്ടുകൊണ്ട് ആ നാട്ടുകാരെല്ലാം കൂടി ആ കാറിൻ്റെ അടുത്തേക്ക് ഓടിക്കൂടുകയാണ്. അവർ ഭീകരമായൊരു കാഴ്ച കാണുകയാണ്. നാട്ടിൻപുറമാണ് ഓർത്തോണം. കക്രാമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ആൾക്കാരെല്ലാം കൂടി നേരെ ആ കാറിൻ്റെ അടുത്തേക്ക് ബഹളമൊക്കെ വെച്ച് കൈ കെട്ടിയ ബക്കറ്റും തൊട്ടിയാട്ടൊക്കെ ഓടി വരികയാണ്. ഇനി എന്താ സംഭവിച്ചാൽ അറിയത്തില്ലല്ലോ. അവർ ഭീകരമായ കാഴ്ച കാണുന്നത് എന്താ വെച്ചാൽ കാറിങ്ങനെ നിന്ന് കത്തുകയാണ്, ആളി പടരുകയാണ്. പിറകിലാണ് ഈ തീ പടർന്നിരിക്കുന്നത്. അതുമാത്രമല്ല, അവരെ ഞെട്ടിച്ച മറ്റൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ കാറിൽ നിന്നും ഒരു അഗ്നി, അതായത് ഒരു ആള് ശരീരം മുഴുവൻ തീയായിട്ട് പുറത്തേക്ക് ഓടുകയാണ്. അയാൾ തൊട്ടപ്പുറത്തുള്ള ആ തോട്ടിലേക്ക് ഒരൊറ്റ ചാട്ടമായിരുന്നു. അയാൾ കിടന്ന് ഉരുണ്ട് പെരളുകയാണ്. കാരണം ദേഹം മുഴുവൻ കത്തിയിട്ടുണ്ടാവും അല്ലേ. അത് അണയ്ക്കാൻ വേണ്ടി ആ തോട്ടിലേക്ക് എടുത്ത് ചാടി. നാട്ടുകാരെല്ലാം കൂടി അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്തായാലും ഒരു സമാധാനമുണ്ട്, അയാളുടെ ദേഹത്ത് കുറച്ച് പരിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ആൾ രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ കാറ് കത്തിയാൽ എന്താ ഇല്ലാലെന്തുവാ, കാരണം കാർ നാളെ മേടിക്കാമല്ലോ. മനുഷ്യജീവനാണല്ലോ ഏറ്റവും കൂടുതൽ പ്രധാനം. അങ്ങനെ ഇയാളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ ബോധം വന്ന് ഇയാൾ പറയുകയാണ്, എനിക്ക് മാത്രമല്ല പരിക്ക്, കാറിനകത്ത് മറ്റൊരാൾ കൂടി ഉണ്ടെന്ന് പറയുകയാണ്. ആൾക്കാർ ഞെട്ടിപ്പോയി. കാരണം സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. അയാൾക്ക് എപ്പോഴോ പറയാമായിരുന്നു, പക്ഷേ ഒരുപാട് താമസിച്ചാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് കാറിനകത്ത് മറ്റൊരാൾ കൂടി ഉണ്ടെന്ന്. നാട്ടുകാർ എന്തെന്നറിയാമോ, കേട്ട പാതി കേൾക്കാത്ത പാതി നേരെ കാറിൻ്റെ അടുത്തേക്ക് ഓടിക്കൂടിയാണ്. ആരാണെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ആ ഡോറൊക്കെ വലിച്ച് തുറക്കാൻ നോക്കുന്നു, തുറക്കാൻ പറ്റുന്നില്ല. അവസാനം ഈ ഗ്ലാസ്സൊക്കെ തല്ലി പൊട്ടിച്ച് അവർ കാണുന്ന കാഴ്ച ഭീകരമായിരുന്നു. ഒരു ശരീരം നിന്ന് കത്തുകയാണ്. ശരീരത്തിന് കുറച്ച് ജീവനുണ്ടോയെന്ന് അതിലും അറിയത്തില്ല. ഒരു സ്ത്രീ ശരീരമാണ്. വസ്ത്രങ്ങളെല്ലാം പൂർണ്ണമായിട്ട് കത്ത് നശിച്ചിരിക്കുന്നു. ആ ശരീരം എടുത്ത് വെളിയിലേക്ക് ഇട്ട്, അത് ആരാണെന്നറിയാമോ? 7 മാസം ഗർഭിണിയായിട്ടുള്ള ഈ റജിൻലാലിൻ്റെ ഭാര്യയായിട്ടുള്ള സോനയാണ്. എന്താ ഇയാൾക്കും കുറച്ച് നല്ല പരിക്കേറ്റിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പിന്നെ ചോദിച്ചറിയാം. അങ്ങനെ ഇയാളെ എടുത്തുകൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. സോന മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സോനയുടെ അടക്കവും കഴിഞ്ഞു. ആളിപ്പാര നമ്മുടെ റജിൻലാൽ ആശുപത്രിയിലാണ്. ഇവിടെ മുതൽ സൂരജ് എന്ന് പറയുന്ന ആളുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. കാര്യം സ്വന്തം ഭാര്യയെ കൊന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, മൂർഖം പാമ്പിനെ കൊണ്ട്. ഇനി അതുപോലൊരു തന്ത്രമാണോ ഈ റജിൻലാൽ ഈ ഭാര്യ, അതായത് സോനയെ ഒഴിവാക്കാൻ വേണ്ടി കാണിച്ചെന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഒരു നാട് മുഴുവൻ ചോദിക്കുകയാണ്. നമുക്ക് ഈ റജിൻലാലിൻ്റെ സോനയുടെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നുചല്ല അല്ലേ. ഇവർ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്. ഏതോ ഒരു കല്യാണ ഫംഗ്ഷനിൽ വെച്ചാണ് ഇവർ കണ്ടുമുട്ടുന്നത്. അവിടെ വെച്ച് നമ്പർ കൈമാറുന്നത് പിന്നെ അറിയാമല്ലോ, വാട്സാപ്പ് ചാറ്റായി ബഹളമായി, അങ്ങനെ സ്നേഹത്തിലായി 2 പേരും. അപ്പോൾ സ്നേഹം 3 വർഷം പിന്നിടുകയാണ്. ഇതിനിടയ്ക്ക് ഈ റജിൻലാലിൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെൺകുട്ടി വരികയാണ്. ആ പെൺകുട്ടിയുമായിട്ടുള്ള കല്യാണം വരെ ഉറപ്പിക്കുകയാണ്. ഒരു പെൺകുട്ടി, അതായത് സ്നേഹിച്ച ഒരു പെൺകുട്ടി നിൽക്കുമ്പോൾ തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സോന എന്ത് ചെയ്യും? ഒരു കടുങ്കൈ ചെയ്യുമായിരിക്കുമല്ലോ. അങ്ങനെ കടുങ്കൈ ചെയ്യാൻ വേണ്ടി ഒരു ട്രെയിൻ റൂമിലേക്ക് എടുത്ത് ചാടാൻ ശ്രമിക്കുന്നു. ആരൊക്കെയോ കണ്ട് പിടിച്ചു മാറ്റുന്നു, ബഹളമായി. അങ്ങനെ ഇതിപ്പോൾ ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് വരികയാണ്. സോനയ്ക്കിപ്പോൾ ഇയാളെ വേണം. അങ്ങനെ പോലീസ് എത്തി പരസ്പരം ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ 2 പേരെയും കല്യാണം കഴിപ്പിച്ച് വിടാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവർ പരസ്പരം, അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സോനയുടെ വീട്ടിൽ അമ്മ, ഒരു കുഞ്ഞനുജൻ, അച്ഛൻ മരിച്ചു. ഒരു സാധാരണ കുടുംബമാണ്, ഒരു സാമ്പത്തികമൊന്നുമില്ല. പക്ഷേ എന്താ സംഭവിച്ചറിയാമോ? ഈ ബന്ധത്തെ ഒരിക്കലും റജിൻലാലിൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അപ്പോൾ പിന്നെ അടുത്ത തീരുമാനം എന്തായിരിക്കും? രജിസ്റ്റർ മാരേജ്. അങ്ങനെ 2 പേരും ഈ പോലീസിൻ്റെ മധ്യസ്ഥയിൽ നടന്ന ചർച്ചയിൽ
രജിസ്റ്റർ മാരി നടത്തുകയാണ്. ഒരു ഏച്ചുകെട്ടൽ വിവാഹം. അറിയാമല്ലോ, പരസ്പരം ഇഷ്ടപ്പെടുന്നില്ല ഈ റജില്ലാന് ഈ സോനയോട്. അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തോടു കൂടിയാണ് ഈ കല്യാണം നടക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടാത്ത അച്ചി തൊടുന്നതെല്ലാം എന്തായിരിക്കും? കുറ്റമായിരിക്കുമല്ലോ. അങ്ങനെ അന്നു മുതൽ ഈ സോനയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നക്കാരോട് മാറുന്നു എന്നാണ് ഈ സോനയുടെ ബന്ധുക്കളൊക്കെ പറയുന്നത്. ആരെ കൊണ്ട്? ഈ റജില്ലാലിനെ കൊണ്ട്. തൊടുന്നു പിടിക്കുന്നതൊക്കെ പ്രശ്നം. ഈ റജില്ലാൽ ഗൾഫിലേക്ക് പോവുകയാണ്. ഇനി അടുത്ത പ്രശ്നം തുടങ്ങിയാണ്. അതൊക്കെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്ന കാര്യമാണ് ഇപ്പോൾ കേട്ടോ, നമ്മളായിട്ട് പറയുന്നതല്ല. ഇയാളുടെ ജീവിതത്തിൽ അപ്പോഴും മറ്റൊരു പെൺകുട്ടി കൂടി കടന്നു വരികയാണ്. അപ്പോൾ ഈ പെൺകുട്ടി, അതായത് സോന എന്ന് പറയുന്ന 3 വർഷം സ്നേഹിച്ച പെൺകുട്ടി ഒഴിവാക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയാണ് ഈ റജില്ലാൽ. അങ്ങനെ ഒരു വിധത്തിലും ഈ പെൺകുട്ടിക്ക് സ്വൈര്യം കൊടുക്കുന്നില്ല. അതുമാത്രവുമല്ല, ഈ സോനയുടെ വീട്ടുകാർ പറയുന്ന മറ്റൊരു ആരോപണം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി മിക്കപ്പോഴും പട്ടിണിയാണെന്നാണ്. റജില്ലാലിൻ്റെ വീട്ടുകാർ, അതായത് ആ വീട്ടുകാർ ആഹാരമൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ പട്ടിണി കിടന്നിട്ടാണ് പലപ്പോഴും ജീവിതം മുന്നോട്ട് നീക്കുന്നത്. അത്തരത്തിലുള്ള ദ്രോഹമാണ് റജില്ലാലിൻ്റെ വീട്ടുകാർ ഈ പെൺകുട്ടിയോട് കാണിക്കുന്നതാണെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ. എന്തായാലും ഒരു കാര്യം ഇവർ പറയുന്നുണ്ട്, ഈ പെൺകുട്ടിയെ മനഃപൂർവ്വം ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കാൻ വേണ്ടി റജില്ലാൽ കാണിച്ചു കൂട്ടിയ നാടകമാണെന്നാണ് ഒരു നാട് മുഴുവൻ ഘോരമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ പറയാൻ ആ നാട്ടുകാർക്കും ഈ സോനയുടെ ബന്ധുക്കൾക്കും കുറച്ച് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കേട്ടാൽ നമുക്ക് തന്നെ തോന്നും ശരിയാണ്, കൃത്യമായിട്ട് അയാൾ ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണെന്ന് തോന്നിപ്പോകും. നമ്മൾ ആ വണ്ടിയുടെ അടുത്തേക്ക് ചെന്നേ, ആ വണ്ടി നിങ്ങൾ നോക്കിയേ. സാധാരണയായിട്ട് ഒരു വണ്ടി തീ പിടിക്കുന്നത് എവിടെ ആയിരിക്കും? അതിൻ്റെ മുൻവശത്തായിരിക്കുമല്ലോ. അപ്പോൾ എഞ്ചിനിൽ നിന്നുള്ള പ്രശ്നമായിരിക്കാം, എ സിയുടെ പ്രശ്നമായിരിക്കാം, ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം, ഇതൊക്കെ ആയിരിക്കുമല്ലോ സാധാരണപ്പെട്ടൊരു കാരണം. പക്ഷേ ഈ വണ്ടിക്ക് അങ്ങനൊന്നും ഇല്ല എന്നാണ് ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീ പിടിച്ചിരിക്കുന്നത് എവിടെയാണെന്നറിയോ? വണ്ടിയുടെ ഡിക്കിയിലെ ഭാഗത്തു നിന്നാണ് തീ പിടിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഡിക്കിയിൽ എന്തോ ഒരു സ്ഫോടക വസ്തു, പെട്രോൾ പോലെയുള്ളതോ അല്ലെങ്കിൽ വേറെ എന്തോ ഒരു സ്ഫോടക വസ്തു ബാക്കിൽ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് തീ ആളി പടർന്നിരിക്കുന്നത്. ഇപ്പോൾ ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും വണ്ടിക്ക് യാതൊരു കുഴപ്പവുമില്ല, ആരോ കൃത്രിമമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പണിയാണ് ആ വണ്ടി തീ പിടിക്കാൻ കാരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം മനസ്സിലായല്ലോ, ഒരു കാരണം കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ കാരണം, സാധാരണയായിട്ട് ഭാര്യയും ഭർത്താവും കൂടി യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും യാത്രയുടെ ഒരു സിറ്റുവേഷൻ? എങ്ങനെയായിരിക്കും? ഫ്രണ്ട് സീറ്റിലായിരിക്കും ഇരിക്കുന്നത്, ഭർത്താവ് ഓടിക്കും, ഇപ്പുറത്ത് ഭാര്യ ഇരിക്കും. ഇവിടെ എന്താ സംഭവിച്ചറിയോ? ഭാര്യ സോന കിടന്ന് അല്ല ഇരിക്കുന്നത് ബാക്ക് സീറ്റിലാണ്. അങ്ങനെ സംഭവിക്കുമോ? വണ്ടി വേറെ ആരുമില്ല, രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ത്രീയെ കൊലപ്പെടുത്താൻ വേണ്ടി കരുതിക്കുട്ടിയാണ് ബാക്ക് സീറ്റിൽ ഇരുത്തിയിരിക്കുന്നതാണ് മറ്റൊരു ആരോപണം വന്നിരിക്കുന്നത്. ഇനി അടുത്തത് ആർക്കും തോന്നാവുന്ന ഒരു സംശയമാണ്. കാരണം ഈ കാറിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത് ഭർത്താവായിട്ടുള്ള റജില്ലാൽ മാത്രമാണ്. ഈ പെൺകുട്ടിയുടെ 2 വശത്തെ ഡോർ തുറക്കാനേ പറ്റുന്നില്ല. നാട്ടുകാരെല്ലാം ആ തുറക്കാനൊക്കെ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല, ഡോർ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഗ്ലാസ്സൊക്കെ ഇടിച്ചു പൊട്ടിച്ചിട്ടാണ് ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തില്ല, മരിച്ചുപോയി. എങ്കിലും ആ ശ്രമമൊക്കെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ മനഃപൂർവ്വം ഈ സംഭവത്തിന് മുൻപ് തന്നെ കാറ് മനഃപൂർവ്വം ലോക്ക് ചെയ്തിട്ടുണ്ടാകുമോ എന്നുള്ള സംശയമാണ് മറ്റൊരു കാര്യം. അതുമാത്രമല്ല, സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെ നമുക്ക് അത്രയും സ്നേഹമുണ്ടെങ്കിൽ അല്ലേ, നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ അകത്ത് വെന്തുരുകുമ്പോൾ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ കൂടെയുള്ള ആൾ ശ്രമിക്കുമോ? ഇവിടെ റജില്ലാൽ അങ്ങനെ ഒരു ശ്രമമേ നടത്തുന്നില്ല. അയാൾ സ്വന്തമായിട്ട് രക്ഷപ്പെടാൻ നേരെ ആ കൈത്തോട്ടിലേക്ക് എടുത്ത് യാടിക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും സംശയം തോന്നി, അയാൾ വിളിച്ചു പോകാനോ അല്ല അകത്ത് ആളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ ആ കണ്ടു നിൽക്കുന്നവർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചേനെ. ആ ശ്രമം ഇയാളുടെ ഭാഗത്ത് ഉണ്ടാവുന്നതേ ഇല്ല. ഇനി മറ്റൊരു പ്രബലമായിട്ടുള്ള സംശയം, ഈ കാറ് കത്തുന്നത് ആ കൈത്തോടിൻ്റെ അടുത്ത് വെച്ചാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് കൃത്യമായിട്ട് ധാരണ കാണും, എൻ്റെ ദേഹത്ത് തീ പിടിക്കും, ഷർട്ട് തീ പിടിക്കുമ്പോൾ എനിക്ക് രക്ഷപ്പെട്ട് ആ കൈത്തോട്ടിലേക്ക് എടുത്ത് ചാടി ഞാൻ ജീവൻ രക്ഷപ്പെടുത്തും എന്നുള്ള ധാരണയിലായിരിക്കാം അവിടെ വെച്ച് ആ പദ്ധതി ആസൂത്രണം ചെയ്തതെന്നാണ് മറ്റൊരു ആരോപണം. എന്തായാലും ഇതെല്ലാം കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ഇതൊരു കൊലപാതകത്തിലേക്ക് സാധ്യത ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അത് മാത്രവുമല്ല, ഈ പെൺകുട്ടിയെ ഒരുപക്ഷെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ ആ ഡോക്ടർ കുറച്ച് മരുന്ന് കുറിച്ച് കൊടുക്കുമല്ലോ, പ്രസവവേദനയുടെ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് കാണുമല്ലോ, ആ മരുന്നിനോടൊപ്പം ഉറക്കുകൂളിയ പോലെയുള്ള സെഡേഷൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും മരുന്ന് കൊടുത്ത് ബോധം കെടുത്തി ആ സീറ്റിൽ ഉറക്കി കിടത്തിയിട്ടുണ്ടാകുമോ? എന്നിട്ടാണോ ഈ പദ്ധതി ആ സ്ഥലത്ത് വെച്ച് ആസൂത്രണം ചെയ്തത്? ഒരുപാട് സംശയങ്ങളുണ്ടല്ലേ. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മുടെ സൂരജിൻ്റെ മുഖം പിന്നെയും മനസ്സിലേക്ക് വരികയല്ലേ? കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണെന്ന് തന്നെയാണ് എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലേ? അല്ലെങ്കിൽ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണെന്നുള്ള ധാരണയിൽ തന്നെയാണ് പോലീസും ഞാനും നിങ്ങളും ഒരു നാട് മുഴുവൻ വിശ്വസിക്കുന്നത്. എന്തായാലും വല്ലാത്തൊരു കഷ്ടമായിപ്പോയി അല്ലേ? സോന എന്ന് പറയുന്ന 7 മാസം ഗർഭിണിയായിട്ടുള്ള ആ യുവതിയും ആ യുവതിയുടെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞും മരിച്ചിരിക്കുകയാണ്. 2 ജീവനാണ് പോയിരിക്കുന്നത്. വല്ലാത്തൊരു കഷ്ടമായിപ്പോയെന്ന് എനിക്ക് ഊന്നി പറയാനൊക്കത്തുള്ളൂ. എന്തായാലും ഇവർക്ക് 2 പേർക്കും മാത്രം അറിയാം ആ കാരണമുള്ള എന്താ സംഭവിച്ചെന്നുള്ളത്. സത്യം പറയാനുള്ള അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചെന്ന് പറയാനുള്ള സോനയുടെ ജീവൻ ഇപ്പോൾ ഇല്ല. ഇനി പറയാനുള്ളത് ആരാണ്?
ആശുപത്രി കഴിയുന്ന റജിൻലാലാണ്. അദ്ദേഹത്തിന് നല്ല പരിക്കുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ മൊഴി അല്ലെങ്കിൽ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള സംഭവം പുറത്ത് വരത്തുള്ളൂ. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ആ നാട് വിധി എഴുതി കഴിഞ്ഞു, ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്നുള്ള നിഗമനത്തിലാണ് ഒരു നാട് മുഴുവൻ വിശ്വസിക്കുന്നത്. പോലീസ് തെളിയിക്കട്ടെ, സത്യം ഇന്നല്ലെങ്കിൽ നാളെ തെളിയും എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലുമായി അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.